വാർത്തകളിലേക്ക്. പാലക്കാട് മലമ്പുഴയിൽ സ്കൂൾ മതിലിന് മുകളിൽ പുലിയെ കണ്ടെത്തിയതിനെ തുടർന്ന് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അകത്തേത്തറ കെട്ടാക്കാട് റേഞ്ച് പരിധിയിൽ നാട്ടുകാരാണ് പുലിയെ കണ്ടത്. വനം വകുപ്പും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തിലൂടെയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് വനം വകുപ്പ് അറിയിച്ചു. സ്ഥലത്ത് മുഴുവൻ സമയ നിരീക്ഷണത്തിന് പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചു. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. ആ ദൃശ്യങ്ങളൊന്ന് കാണും. പുറത്തിരിക്കുന്ന പുലിയെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിനെ തുടർന്നിപ്പോൾ ജാഗ്രതാ നിർദ്ദേശം വനം വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അകത്തേത്തറ കെട്ടാക്കാട് റേഞ്ച് പരിധിയിലാണ് നാട്ടുകാർ പുലിയെ കണ്ടത്. പരിശോധന നടത്തി ഈ പ്രദേശത്തെല്ലാം അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കണമെന്നുള്ള വനം വകുപ്പിൻ്റെ നിർദ്ദേശവും കൂടിയുണ്ട്. മുഴുവൻ സമയം നിരീക്ഷണത്തിനായി പ്രത്യേക സ്ക്വാഡിനെ അടക്കം ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ പുലിയെ ആ പ്രദേശത്ത് കണ്ടിരുന്നു എന്നുള്ള തരത്തിലും വിവരങ്ങളൊക്കെ ലഭിക്കുന്നു. പാലക്കാട് മലമ്പുഴയാണ് സ്കൂൾ മതിലിന് മുകളിൽ പുലിയെ കണ്ടത്. ആ ദൃശ്യങ്ങളിലുള്ളത് ആ മതിലിന് മുകളിലിരിക്കുന്ന പുലിയാണ്. വനം വകുപ്പ് ഇപ്പോൾ നിലവിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. പ്രത്യേക നിരീക്ഷണത്തിനായി പ്രത്യേക സ്ക്വാഡിനെ അടക്കം നിയോഗിച്ചിരിക്കുകയാണ്. അനാവശ്യ യാത്രകൾ ഇതുവഴി ഒഴിവാക്കണമെന്നുള്ള വനം വകുപ്പിന്റെ നിർദ്ദേശം കൂടിയുണ്ട്. ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ലഭിക്കുന്നു. തിരുവനന്തപുരം ബാലരാമപുരത്ത് കിണറ്റിൽ മരിച്ച നിലയിൽ ഒരു 50-കാരനെ കണ്ടെത്തിയിരിക്കുന്നു. ഗോപാലകൃഷ്ണൻ എന്നയാളാണ് മരിച്ചത് എന്നുള്ളതും വിവരം ലഭിക്കുന്നു. 2 ദിവസം പഴക്കമുണ്ട് കിണറ്റിൽ നിന്നും ലഭിച്ച മൃതദേഹത്തിനെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. എങ്ങനെയാണ് മരിച്ചത്, ഇതിനെക്കുറിച്ച് നിഗമനങ്ങൾ പോലും, ഈ ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലും ഇതുവരെ എത്തിയിട്ടില്ല. കിണറ്റിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഈ ഒരു മൃതദേഹം. 2 ദിവസത്തെ പഴക്കമുണ്ട് മൃതദേഹത്തിന് എന്നുള്ളതും കൂടി പോലീസ് അറിയിക്കുന്നു. തിരുവനന്തപുരം ബാലരാമപുരത്താണ് 50-കാരനായ ഗോപാലകൃഷ്ണനാണ് മരിച്ചത് എന്നുള്ളതും കൂടി വ്യക്തമായിരിക്കുന്നു. അപ്പോൾ ആളെ കൃത്യമായി തിരിച്ചറിയിക്കുന്നു. ഇത് ഏത് ഭാഗത്താണ്, ഏത് പ്രദേശത്താണ്, ഈ ഗോപാലകൃഷ്ണന്റെ വീട്ടുവളപ്പിന് തൊട്ടടുത്തുള്ള കിണറാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കിണറാണോ, ഇങ്ങനെ സംശയങ്ങൾ നിരവധിയാണ്. ഇതൊരു പ്രാഥമികമായി ലഭിച്ച ഒരു വിവരമാണ്. നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് 50-കാരനാണ് മരിച്ചിരിക്കുന്നത്. 50-കാരൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. കിണറ്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട് എന്നുള്ളതും കൂടിയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്.